BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യാസക്തി കുറയ്ക്കുവാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കും. കൃത്യമായ പ്ലാനും വിഷനും ഉള്ള സർക്കാരാണിത്. മുഖ്യമന്ത്രി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യാസക്തി കുറയ്ക്കുവാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയതിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ കഴിയും. 2021 വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് പഠിക്കാൻ സമിതിയെ വെച്ചു. ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ബജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയനെന്നും വി ഡി സതീശൻ വിമർശിച്ചു. രാത്രികാല പോസ്റ്റ്മോർട്ടം ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കുവാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല. മന്ത്രി കെ മുരളീധരൻ. രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയെന്ന് മന്ത്രി കെ മുരളീധരൻ. അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ ഇടപെട്ടിരുന്നുവെന്നും കഴിയാതെ പോയതെന്ന് മന്ത്രി പറഞ്ഞു. ജീവനക്കാരോ അടിസ്ഥാന സൌകര്യങ്ങളോ ഉറപ്പുവരുത്താതെ ജീവനക്കാരെ നിർബന്ധിക്കരുത്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആർ സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാഹനത്തിൽ വെച്ച് പോലീസ് മോശമായി പെരുമാറിയെന്ന സുഗതൻ കേസിന്റെ ഗൌരവം കണക്കിലെടുക്കണമെന്ന് കോടതി. BJP കൌൺസിലർ ആർ സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 5:30 വരെയാണ് സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ ആക്രമണം നടത്തിയെന്ന കേസിലാണ് കസ്റ്റഡി. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം LDFന്റെ നേട്ടമെന്ന് ദേശാഭിമാനി. പ്രതിപക്ഷ നേതാവ് ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെ വാർത്ത നീക്കി. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം LDFന്റെ നേട്ടമെന്ന് ദേശാഭിമാനിയിൽ വാർത്ത. ഇന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയുടെ 1-ാം പേജിലാണ് LDFന്റെ നേട്ടമായി അവകാശപ്പെടുന്നത്. എന്നാൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെ ദേശാഭിമാനി വെബ്സൈറ്റിൽ നിന്നും വാർത്ത നീക്കി. പൂനെയിൽ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയ കേസ് പ്രതി സിയ ഗോയലിന്റെ അഭിഭാഷകൻ ആരെന്നതിൽ തർക്കം. പൂനെയിൽ പ്രതിശ്രുത വരൻ കേതൻ അഗർവാളിനെ കൊന്ന കേസിൽ സിയ ഗോയലിന്റെ അഭിഭാഷകൻ ആരെന്ന് തർക്കം. തന്നെയാണ് സിയ കേസ് ഏൽപ്പിച്ചതെന്ന് ഒരാളും മറ്റൊരാളെയാണ് ഏൽപ്പിച്ചതെന്ന് കുടുംബവും പറയുന്നു. തർക്കമായതോടെ സിയയുടെ കുടുംബത്തിനെതിരെ മാനനഷ്ട കേസുമായി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ തമ്മിൽ സംഘർഷം. തടയുവാനെത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ തമ്മിൽ സംഘർഷം. തടയുവാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സെൻട്രൽ ജയിലിലെ 1-ാം ബ്ലോക്കിലാണ് ഇന്നലെ ഏറ്റുമുട്ടൽ ഉണ്ടായത്. മലപ്പുറം സ്വദേശി ജലാലുദ്ദീനാണ് സംഘർഷം ഉണ്ടാക്കിയത്. ജലാലുദ്ദീൻ സെല്ലിൽ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിച്ചതാണ് അക്രമത്തിന്റെ തുടക്കം. ഉദ്യോഗസ്ഥരും തടവുകാരും ഉൾപ്പെടെ 11 പേർക്കാണ് പരിക്ക്. ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. തീരുമാനം ശ്രീശാന്ത് നിരുപാധികം ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. ശ്രീശാന്തിന്റെ ഖേദപ്രകടനം കണക്കിലെടുത്താണ് നടപടി. ഇന്ന് ചേർന്ന KCA സ്പെഷ്യൽ ജനറൽ ബോഡി യോഗമാണ് 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.